എൻ്റെ വിവാഹം ഉറച്ചിരുന്ന സമയമായിരുന്നു. എൻ്റെ രണ്ട് വീട്ടുകാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ എൻ്റെ വിവാഹം ഒന്ന് മുടങ്ങും, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി കൈക്ക് പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ 1-2 പോലീസുകാരെ സ്വാധീനിച്ച് അവർക്ക് പണവും കൊടുത്ത് എനിക്കെതിരെ FIR ഇട്ടു. ഞങ്ങളെ ഒന്ന് ഒരുപാട് ഇയാൾക്ക് അടികൊള്ളാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ഒരുപാട് തല്ലുകൊണ്ടുവന്നു. അവർ പരാതി കൊടുത്തു, ഇദ്ദേഹം അവരുടെ സ്ത്രീയുടെ ഉടുപ്പൊക്കെ വലിച്ചു കീറിയായിരുന്നു. ആ കേസ് എടുക്കാനേ പാടില്ലായിരുന്നു. പോലീസ് കേസ് എടുക്കാനേ പാടില്ലായിരുന്നു. അപ്പോൾ ആ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ വേണ്ടിയാണ് എന്നെ പോസ്കോ കേസിൽ പെടുത്തിയത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയായിരുന്നു, എല്ലാവർക്കും അത് ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അത്രയ്ക്ക് ഞാൻ സഹിച്ചു, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു. നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന കട്ടപ്പന സ്വദേശിയുടെ പരാതിയെ തുടർന്ന് പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രത്തിനെതിരെ നടത്തിയ പ്രതിഷേധം ഏറെ വിവാദമായിരുന്നു. പാസ്റ്ററായ ബിനു വാഴമുട്ടത്തിനെതിരെയാണ് ആരോപണം ഉയർന്നത്. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ ബിനു വാഴമുട്ടം അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ ബിനു പാസ്റ്ററിൻ്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന പത്തനാപുരം സ്വദേശിയായ രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരനെ പോക്സോ കേസിൽ കുടുക്കി എന്ന പരാതിയുമായി ആരോപണവുമായി ഇപ്പോൾ രഞ്ജിത്ത് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2020 നടന്ന ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച രഞ്ജിത്തിനെ കുറ്റവിമുക്തനാക്കി കോടതി വിധിക്കുകയും ചെയ്തു. രഞ്ജിത്തും ഈ കേസ് നടത്തിയ അഭിഭാഷകനായ പത്തനംതിട്ടയിലെ അഡ്വക്കേറ്റ് KJ മനുവും ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കും. രഞ്ജിത്ത്, 2020 ഈ സംഭവം ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കെതിരെ ഒരു കേസ് വരുന്നത്. അതെ, 2020 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടവുമായി നിങ്ങൾക്ക് പരിചയം? എൻ്റെ വിവാഹം ഞാൻ സ്നേഹിച്ച് കിട്ടിയോളാം. അപ്പം അമ്മായിമ്മയാണ്, ഭാര്യയുടെ അമ്മ എന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കുമായിരുന്നു. അയാളുടെ ധ്യാന കേന്ദ്രത്തിന്റെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിൽ അല്ലല്ല, ധ്യാന കേന്ദ്രത്തിൽ ഈ പ്രാർത്ഥന നടക്കുന്ന അന്ന് ഈ സന്തോഷ് ജംഗ്ഷനിലായിരുന്നു ആരാധന നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് എന്നെ ഇദ്ദേഹത്തെ കാണിച്ചു, പരിചയപ്പെടുത്തി. അപ്പം വീട്ടുകാരുടെ സമ്മതം വേണമല്ലോ, അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഇയാളുടെ കൂടെ തന്നെ നിന്നു. വണ്ടി ഓടിക്കാനും ചർച്ചിൽ അവിടെ ചർച്ചിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. അപ്പം അങ്ങനെ ഒരു കുളനട വെച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നുണ്ടായി ആദ്യം. അപ്പോൾ അതിൻ്റെ പുറകെ രണ്ടാമത് ഇദ്ദേഹത്തെ, അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഓൾറെഡി എല്ലാം മീഡിയക്കകത്തൊക്കെ വന്നത്, മറുനാടൻ മലയാളി അത് വാർത്ത കൊടുത്തായിരുന്നു. എന്താണ് അത്? ഇദ്ദേഹത്തിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽപ്പെട്ട ആ ആൾക്ക് ആദ്യം ഒരു കാമുകനുണ്ടായിരുന്നു. അപ്പം അവരും ഇദ്ദേഹമായിട്ട് തെറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഫോണിൽ കൂടെ വാഗ്വാദം ഉണ്ടാവുകയും ഇവിടുന്ന് ചർച്ചിൽ നിന്ന് കുറച്ച് കുട്ടികളെ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ കുളനടയിൽ മാന്തുക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വീട്ടിൽ പോവുകയും ചെയ്തു. അത് ഓർത്തഡോക്സ് പള്ളിക്കാരായിരുന്നു അവിടെ മാന്തുകയിൽ. അപ്പോൾ അവരുമായിട്ട് ഭയങ്കര അടിയായി, ഭയങ്കര പ്രശ്നമായി. ഞങ്ങളെ ഒന്ന് ഒരുപാട് ഇയാൾക്ക് അടികൊള്ളാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ഒരുപാട് തല്ലുകൊണ്ടുവന്നു. അപ്പോൾ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഞാൻ ഇതിനകത്തൊന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരാം. എന്നിട്ട് അത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവർ പരാതി കൊടുത്തു, ഇദ്ദേഹം അവരുടെ സ്ത്രീയുടെ ഉടുപ്പൊക്കെ വലിച്ചു കീറിയായിരുന്നു. അവർ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയും ഇവിടെ എഴുതി വെച്ചതിൻ്റെ രേഖയും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഈ കൊറോണയൊക്കെ അടുക്കുന്ന സമയത്ത് ഒരു രാത്രി ഒരു 12:45 1 മണി സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു രാത്രി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ പപ്പയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ വന്നതാണ്, അവിടെ ചെന്നതാണ്. പ്രാർത്ഥന എന്തോന്നൊക്കെ നമുക്കറിയാം, രാത്രി 12:45 അവിടെ പ്രാർത്ഥന എന്തോന്നൊക്കെ നമുക്കറിയാം. അത് ഈ കാമുകൻ എടുത്ത വീഡിയോയ്ക്കകത്ത് അത് ഫുള്ളുണ്ട്, അത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ആള്. അപ്പോൾ ആ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ വേണ്ടിയാണ് എന്നെ പോസ്കോ കേസിൽ പെടുത്തിയത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഞാൻ രാത്രി പന്തളം പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുന്ന് 2 വണ്ടി പോലീസ് പോയിട്ടാണ് ഇദ്ദേഹത്തെ അവിടുന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അളിയനും സഹോദരിയും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കാറിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ 4 വീലിൻ്റെ കാറ്റ് ആ പയ്യനും വേറെ ആളുടെ ഊരി വിട്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ആ വണ്ടി അപ്പോൾ രാത്രി തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി എടുക്കാൻ അവിടെ പോയി അത് വലിയ വിഷയമാവത്തേ ഉള്ളൂ, നാളെ രാവിലെ പോയി എടുക്കാമെന്ന് പറഞ്ഞു. പത്തനംതിട്ടയുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹവും മാധ്യമത്തിൻ്റെ മുമ്പിൽ വരാൻ തയ്യാറാണ്. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് നേരെ അവിടെ ചെന്ന് ഈ എൻ്റെ വണ്ടിക്കകത്തുനിന്ന് എൻ്റെ അമ്മായിയമ്മയും കൂട്ടിക്കൊണ്ടാണ് പോയത്. അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പം മമ്മി എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അവർക്കും വേറെ ആരുമില്ല, ഞാനാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് മമ്മിയും. അപ്പം അത് അവിടെ ചെന്ന് നേരെ ഈ ടയർ 4 ഇളക്കി കുളനട പമ്പിൽ കൊണ്ടുപോയി കാറ്റടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് മുറുക്കി
ഈ വണ്ടി എടുത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടതിന് അന്ന് ഗൂഗിൾ പേ വഴിയാണ് പ്രതിഫലം പൈസ ആയിട്ട് തന്നിരുന്നു. അപ്പോൾ ആ പൈസ ഞാൻ എൻ്റെ കൂടെ വന്ന ആൾക്കാണ് ആ പൈസ കൊടുത്തത്. ഞാൻ ഇതിന് പൈസ ഇയാളെ അവിടെ പോയി ആൾക്കാർ നാട്ടുകാർ പിടിച്ചു, രാത്രി അവിടെ പിടിച്ചു. അതിൻ്റെ വീഡിയോ ഉണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ വീഡിയോകളൊക്കെ ദൃശ്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇത് ഞാനാണ് പുറത്ത് കൊണ്ടുവന്നതെന്നൊരു സംശയം പുള്ളിക്ക് ഉണ്ടായിരുന്നു. പുള്ളിക്ക് അങ്ങ് വൈരാഗ്യമായി. ആ വൈരാഗ്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ചർച്ച വന്നുകൊണ്ടിരുന്ന 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് ഞാൻ അശ്ലീല മെസ്സേജ് അയച്ചെന്നും ഈ ആഹാരം കഴിക്കാൻ, അതായത് ഒരു 10-20 പേര് കൂടി നിൽക്കുന്നിടത്ത് ഈ കുട്ടി ആഹാരം കഴിക്കാതെ മാറിയിരുന്നു. ഈ കുട്ടി മാത്രമല്ല വേറെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനെല്ലാവരും ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി കൈക്ക് പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ 1-2 പോലീസുകാരെ സ്വാധീനിച്ച് അവർക്ക് പണവും കൊടുത്ത് എനിക്കെതിരെ FIR ഇട്ടു. 28-30 ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നു, കൊട്ടാരക്കര സബ് ജയിലിൽ കിടന്നു. അതേ സമയത്ത് തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ട്, അതായത് ഇദ്ദേഹത്തിൻ്റെ കാമുകിയെ കൊണ്ട് അവരുടെ പഴയ കാമുകനെതിരെ കേസ് കൊടുപ്പിച്ച് അവനെയും കൊട്ടാരക്കര സബ് ജയിലിൽ കൊണ്ടുവന്നു. ആ കോവിഡ് സമയത്ത് ഒരാൾക്കും അതിനകത്ത് കയറാനൊക്കാതിരുന്ന ആ സമയത്ത് ജയിൽ സൂപ്രണ്ടിനെ സ്വാധീനിച്ച് ഇദ്ദേഹം സബ് ജയിലിനകത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികാര ബുദ്ധി നോക്കിക്കോണം. സബ് ജയിലിനകത്ത് വന്ന് ഈ സിനിമയെ വിളിച്ചിറക്കി കണ്ടിട്ടാണ് പോയി. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ പഴയ അഡ്വക്കേറ്റിൽ എനിക്ക് അത്ര വിശ്വാസം പോരാതെ വന്നതുകൊണ്ട്, അപ്പം മനുഷ്യേട്ടനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടും ഞാൻ അഡ്വക്കേറ്റ് മനുഷ്യേട്ടനെ ഞാൻ ഈ വക്കാലത്ത് തിരിച്ച് വാങ്ങി മനുഷ്യേട്ടനെ ഏൽപ്പിക്കുകയും പിന്നീട് മനുഷ്യേട്ടനാണ് ഈ കേസ് നടത്തി ട്രയൽ നടത്തി വാദിച്ച് ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടുള്ളൂ. എന്നെ കോടതി വെറുതെ വിട്ടിട്ടുള്ളതുമാണ്. പിന്നെ അതിന് പുറകിൽ മാനനഷ്ടത്തിന് എനിക്ക് ഗൾഫിലേക്കൊക്കെ പോകേണ്ടതായതുകൊണ്ട് പിന്നെ ഒരു കേസും കാര്യങ്ങളായിട്ട് അതിൻ്റെ പുറകെ മാനനഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളും പോയില്ല, അത് അവിടെ വെച്ച് വിട്ടായിരുന്നു. അന്ന് വലിയൊരു മാനസിക ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. മാനസിക ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ കുടുംബം, എൻ്റെ വിവാഹം ഉറച്ചിരുന്ന സമയമായിരുന്നു. എൻ്റെ 2 വീട്ടുകാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ എൻ്റെ വിവാഹം ഒന്ന് മുടങ്ങും, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിവർത്തിയുള്ളൂ. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചോ? എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയായിരുന്നു, എല്ലാവർക്കും അത് ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അത്രയ്ക്ക് ഞാൻ സഹിച്ചു, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു. ഇദ്ദേഹം ഭയങ്കര വൈരാഗ്യ ബുദ്ധിയാണ് ഇദ്ദേഹത്തിന്. നമ്മൾ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ശരിക്കും ഈ അനാഥാലയത്തിൽ നടന്ന കാര്യത്തിന് ഇദ്ദേഹത്തിനെ അല്ലേ പ്രതി ചേർക്കണ്ടേ? ഇദ്ദേഹത്തിനെതിരെ പോലീസ് ഇതുവരെ ഒരു FIR പോലും ഇട്ടിട്ടില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സ്വാധീനമാണ്, രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിനകത്ത് മെയിനായിട്ട്. നിങ്ങൾ സഹായിയായിട്ട് നിന്നു, അവസാനം നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലാക്കി കളഞ്ഞു. പിന്നെ ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസ്കോ കേസൊക്കെ വന്നാൽ എത്ര വർഷം പോയി അകത്ത് കിടക്കേണ്ടി വന്നേനെ. എൻ്റെ മൊബൈൽ ഫോൺ അങ്ങ് കൈക്കലാക്കി. പെരുന്നാട് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ മൊബൈൽ ഫോൺ കൈക്കലാക്കി. പക്ഷേ എൻ്റെ ഫോണിൽ അശ്ലീല മെസ്സേജ് പോയോ ഇല്ലയോ എന്ന് തെളിയിക്കാനുള്ള സാധനം കോടതി വരണ്ടേ? ആ ഫോൺ പോലും കോടതി കൊണ്ടുവരാൻ പറ്റിയില്ല. വക്കീലിന്റെ മിടുക്കൊണ്ട് വിവരങ്ങൾ നമ്മൾ അഡ്വക്കേറ്റിനോട് തന്നെ ചോദിക്കും. അഭിഭാഷകൻ നമുക്കൊപ്പമുണ്ട്. സാർ, ഇത് വ്യാജ പോക്സോ കേസാണെന്നുള്ളത് തെളിഞ്ഞത് എങ്ങനെയാണ്? വ്യാജ പോക്സോ കേസാണെന്ന് തെളിഞ്ഞത് അത് ചാർജ് വായിച്ചാൽ തന്നെ അറിയാം. ആ ചാർജിൽ തന്നെ ഒരു പൊട്ടൻ ചാർജ്, അതായത് രഞ്ജിത്ത് ചെയ്തു എന്നുള്ള ആരോപണം. ഒരു പെൺകുട്ടി ആഹാരം കഴിക്കാൻ വരുന്നു, മോളെ ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുന്നു. നമ്മൾ ആരോടും ചെയ്തു, അതും പരസ്യമായാണ്. ഒത്തിരി ആൾക്കാർ നിൽക്കുമ്പോഴാണ്. ഒരു സെക്സ്വൽ വികാരത്തോടു കൂടി, ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടി ഒരാൾ ചെയ്യുന്നതും ഒരു പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് ആഹാരം കഴിക്കാൻ വിളിക്കുന്നതും രണ്ടാണ്. അതിനോടൊപ്പം തന്നെ ഇവർ ചെയ്ത് മറ്റൊരു പരിപാടിയാണ്. മൊബൈൽ ഫോണിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്ന്. അങ്ങനെ മെസ്സേജുമില്ല, മൊബൈൽ ഫോണുമില്ല. ആരെങ്കിലും ഒരാളുടെ മൊബൈൽ ഫോൺ ഹാജരാക്കണം. രഞ്ജിത്തിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തില്ല, അതിലൊന്നുമില്ല. ഇത് അയച്ചിരിക്കുന്നത് വെച്ചാൽ പെണ്ണിൻ്റെ ഈ ബാലിയയുടെ അമ്മയുടെ മൊബൈൽ ഫോണിലേക്കാണ്. ആ മൊബൈൽ ഫോണില്ല, ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ പോലീസ് ഹാജരാക്കേണ്ടിയിരുന്നു. അങ്ങനെ ഹാജരാക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ എവിഡൻസ് ഇല്ല. അത് ശുദ്ധമായ ഒരു കള്ളക്കേസ്, വെറുതെ അകത്തിടാനുള്ള കള്ളക്കേസ്. ഈ ബിനു പാസ്റ്റർ എന്നൊരാൾ അയാൾ ഈ രഞ്ജിത്തിനുള്ള ശത്രു നിമിത്തം കൃത്യമായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ, പോലീസിനെ സ്വാധീനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ്. അദ്ദേഹം പലരുടെ പേരിലും കള്ളക്കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും കൊടുത്തോളം ദ്രോഹിച്ചത്, അത് തന്നെ അതിൻ്റെ അപമാനം എന്ന് ഓർത്ത് നോക്കുക. ഇങ്ങനെ പല കേസുകളും വരുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ കേസിൽ രഞ്ജിത്ത് കുറ്റവിമുക്തനായിട്ടുണ്ട്. ഈ കേസിൽ രഞ്ജിത്തിനെ നിരുപാധികം കോടതി വിട്ടയച്ചു. ഒരു തെളിവില്ല. ആ കേസ് എടുക്കാനേ പാടില്ലായിരുന്നു. പോലീസ് കേസ് എടുക്കാനേ പാടില്ലായിരുന്നു. ഈ ഒരു ആരോപണം വെച്ച് എടുക്കാനേ പാടില്ല. നമ്മളൊരു പെൺകുട്ടിയോട് പരസ്യമായിട്ട് നമ്മളെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ക്രിമിനൽ ഇൻറ്റൻഷൻ. എവിടെയാണ് ക്രിമിനൽ ഇൻറ്റൻഷൻ? ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ വേണ്ടേ? ലൈംഗിക വികാരത്തോടു കൂടി മോളെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിക്കുമോ? അത് പരസ്യമായി ഏതെങ്കിലും അവിടെ കയ്യിൽ പോലും ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ആ മോളെ ഇങ്ങനെ പറയും. നമ്മളെല്ലാവരും മക്കളെ വിളിക്കും. ഇതേ ഉള്ളൂ അതിനകത്ത് കാര്യം. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം.